ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള BLDC 15 വാട്ട്സിലാണ് എടുക്കുന്നത്. ഇത് തന്നെ സെമി ഹൈ സ്പീഡ്, അതായത് ഹൈ സ്പീഡിന്റെ തൊട്ട് താഴത്തും എടുക്കണമുണ്ട്. രണ്ടും നമുക്കൊന്ന് വർക്ക് ചെയ്തിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. സിഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് LED ബൾബിന്റെ, അതായത് ഞാനിവിടെ ഒരു 15 വാട്ട്സിന്റെ ബൾബ് എടുക്കുന്നുണ്ട്. ഈ ഒരു വാട്ട്സിന്റെ ബൾബിൽ നമുക്ക് ഈ ഒരു വാൾ ഫാൻ കറങ്ങുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതാണ് BLDC എന്നുള്ളത്. എന്താണ് BLDC എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. പിന്നെ നമ്മൾ നോർമൽ ഫാൻ എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നും കാണാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള BLDC 15 വാട്ട്സിലാണ് എടുക്കുന്നത്. ഇത് തന്നെ സെമി ഹൈ സ്പീഡ്, അതായത് ഹൈ സ്പീഡിന്റെ തൊട്ട് താഴത്തും എടുക്കണമുണ്ട്. രണ്ടും നമുക്കൊന്ന് വർക്ക് ചെയ്തിട്ട് കാണാം, നമുക്കൊന്ന് പരിചയപ്പെടാം. 2 ഇയർ വാറണ്ടി ഉള്ള ഒരു വാൾ ഫാനാണ് ഇത്. നല്ല പെർഫോമൻസ് ഉണ്ട്, ചെറിയൊരു പവർ, അതായത് 10 വാട്ട്സിലൊക്കെയാണ് സെക്കൻഡ് സ്പീഡ് എടുക്കുന്നത്. തേർഡ് സ്പീഡ് വരുമ്പോൾ മാക്സിമം സ്പീഡ്, തേർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് 3 സ്പീഡാണ് ഉള്ളത്. തേർഡ് സ്പീഡിൽ 15 വാട്ട്സ്, 14.5 15 വാട്ട്സ്. ഇത് തന്നെ നമുക്ക് സെമി ഹൈ സ്പീഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം LED ബൾബ് കത്തിച്ച് നോക്കാം. ഇത് എടുക്കുന്ന പവർ എന്ന് പറയുന്നത് ഏകദേശം 14.5 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഏകദേശം 15 വാട്ട്സ് തന്നെ കണക്കാക്കാം. ഇനി നമുക്ക് ഇത് തന്നെ ഈ ഫാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഫാന്, ഇപ്പോൾ ഇത് വാൾ ഫാന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. 14.8, ഏകദേശം 15 വാട്ട്സ് തന്നെ. ഇത്ര പവറിലാണ് ഈ ഒരു BLDCൻ്റെ വാൾ ഫാന്, ടേബിൾ ഫാന്, പെഡസ്റ്റൽ ഫാന്, ഈ 3 ഫാനും ഒരേ വാട്ട്സിലാണ് വർക്ക് ചെയ്യണത്. ഇനി ഇത് തന്നെ നമുക്കിപ്പോൾ സ്പീഡ് കുറച്ച് നോക്കാം. നമുക്കിപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ നോക്കാം. ഏകദേശം 10.6, 10 വാട്ട്സ് ആവറേജ്, 10 അല്ലെങ്കിൽ 11 വാട്ട്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്പീഡിലേക്ക് ഇടാം. സെക്കൻഡിൽ വരുമ്പോൾ 13 വാട്ട്സായി. ഇനി നമുക്കിതിൻ്റെ തന്നെ നമ്മൾ സെമി ഹൈ സ്പീഡിലേക്ക് പോയി നോക്കാം. ഇത് തന്നെ സെമി ഹൈ സ്പീഡിലേക്ക് നോക്കാം. ഇനി നമുക്ക് സെമി ഹൈ സ്പീഡ് വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് സ്പീഡിലാണ്. എടുക്കുന്ന പവർ കാണാം, 26 നല്ല പെർഫോമൻസ് ഉണ്ട്. തേർഡ് സ്പീഡ് വരുമ്പോൾ 29 വാട്ട്സിലാണ് തേർഡ് സ്പീഡ്. നല്ല എയർ ഡെലിവറി ഉണ്ട്. നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റൂല, തേർഡ് സ്പീഡ്. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ നോർമൽ ഫാൻ എന്ന് കാര്യം നോക്കാം. നോർമൽ നമ്മളൊരു പെഡസ്റ്റൽ ഫാനാണ്. ഇതെല്ലാം ഒരേ 16-ൻ്റെ ടൈപ്പിൽ വരുന്നതാണ്. ഇത് 16 ഇഞ്ച് സൈസാണ് വരുന്നത്. ഇതും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് തേർഡ് സ്പീഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 63 വാട്ട്സാണ്. അപ്പോൾ ഈ ഒരു 15 വാട്ട്സിനായിട്ട് നോക്കുമ്പോൾ നമുക്ക് 4-1 കറണ്ട് പവർ കുറവായിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ വാട്ട്സ് 63 വാട്ട്സ്, ഇതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറയുന്നത് 15 വാട്ട്സ്. ഇനി ഇതേ പെർഫോമൻസ് കിട്ടണ ഈ ഒരു വാൾ ഫാൻ വരുമ്പോൾ, അതായത് ഇതിന് സെമി ഹൈ സ്പീഡ് എന്നാണ് നമ്മൾ പറയണത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 30-28 വാട്ട്സാണ് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് സ്പീഡിൽ ഏകദേശം 25 വാട്ട്സാണ്. നമ്മൾ ഫുൾ സ്പീഡൊന്നും ചിലപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. ഇത് നോർമൽ എയർ ഡെലിവറി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2850 രൂപയാണ്. 2 ഇയർ വാറണ്ടി ഉണ്ട്. കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ കൊറിയർ ചാർജ് അഡീഷണൽ ഉണ്ടാവും ഇതിനാണെങ്കിൽ. ഇത് സെമി ഹൈ സ്പീഡ് ആണെങ്കിലും പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. നിങ്ങൾക്ക് തന്നെ 2 ലീഫ് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫ് നമുക്ക് 18 നോക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെമി ഹൈ സ്പീഡ് എന്നുള്ളതിൻ്റെ കാറ്റഗറി മാറി നോർമൽ സ്പീഡിലേക്ക് വരും.
ഇനിയിപ്പോൾ അത് നോക്കാം. നേരത്തെ 30 വാട്സിൻ്റെ അടുത്ത് ഫുൾ സ്പീഡ് കണ്ട സെമി ഹൈ സ്പീഡ് ഇനി നോർമൽ സ്പീഡിലേക്ക് മാറും. സ്പീഡ് സെയിം ആണ്. RPM 1400 RPM തന്നെയാണ് വരിക. ഇനി നമുക്ക് നോക്കാം. അതേ സാധനം തന്നെ തേർഡ് സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. വേണ്ടോ, തേർഡ് സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. നമുക്ക് എത്ര വാട്സായി? 14.7. ഇത് തന്നെ നമുക്ക് ഹൈ സ്പീഡ് ആക്കാനും പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു ലീഫ് മേലാണ് ഇതിൻ്റെ വ്യത്യാസം കൂടുതലായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റുന്നത്. അതായത് ലീഫ് കുറച്ച് വെയിറ്റ് ഉള്ള ലീഫും കുറച്ച് എയർ ഡെലിവറി കൂടുന്ന രീതിയിൽ കുറച്ച് ഫോൾഡിങ് ആയിട്ട് വരുന്ന രീതിയിൽ ലീഫ് കുറച്ച് വീതി കൂടുതലുണ്ട്. അപ്പോൾ നല്ല എയർ ഡെലിവറിയും കിട്ടുന്നുണ്ട്. കുറച്ച് വാട്സ് മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ എയർ ഡെലിവറിയും കിട്ടുന്നുണ്ട്, വാട്സും അതുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ 30 വാട്സാണ് ഏറ്റവും ടോപ്പ് സ്പീഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഹൈ സ്പീഡിൽ വ്യത്യാസം. സെയിം ഹൈ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് 1400 ആ റേഞ്ചിലുള്ള RPM ഉണ്ട്. RPMലൊന്നും കുറവൊന്നുമില്ല. ഇതിനാണെങ്കിലും RPM ഉണ്ട്. നോർമൽ എയർ ഡെലിവറിയിൽ നമുക്ക് 15. അപ്പോൾ സാധാരണ യൂസ് ചെയ്യാൻ ഈ ഒരു പവർ മതി. ഇതിപ്പോൾ 14 വാട്സാണ്. നമുക്ക് നിലവിലുള്ള ഫാനും കൺവേർഷൻ ചെയ്യാനുള്ള കിറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയിലുള്ള 90% പ്രോഡക്റ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മളിത് എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ അതിനാണ് നമ്പർ സ്ക്രീനിൻ്റെ ചോട്ടിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാറുണ്ട്. എല്ലാ വീഡിയോയിലും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പിന്നെ കൺവേർഷൻ കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിനകത്തുള്ളത്. ഈ ഫാന് തന്നെ നമുക്ക് ഇതേ വാട്സ് ഉള്ള BLDC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണിത്. ഇത് വാൾ ഫാൻ്റെ കിറ്റാണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ഓസിലേഷൻ മോട്ടർ ഉണ്ടാവും. ലെഫ്റ്റിക്കും റൈറ്റിക്കും ഇങ്ങനെ തിരിയാൻ വേണ്ടിയിട്ടുള്ള ഓസിലേഷൻ മോട്ടറും കൂടെയാണ് വാൾ ഫാൻ്റെ കിറ്റിൽ വരിക. പെഡസ്റ്റൽ ഫാനും സ്റ്റാൻഡ് ഫാനും ഉണ്ടല്ലോ നമ്മളെ ടേബിൾ ഫാനും, അതിന് രണ്ടിനും ഈ ടൈപ്പാണ് വരിക. ഇതിൻ്റെ ഓസിലേഷൻ ഇങ്ങനെ ഒരു ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അതിന് സെപ്പറേറ്റ് ഈ മോട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബോർഡും അതുപോലെ തന്നെയാണ്. ഈ ബോർഡ് എന്ന് പറയുന്നത് ഇത് ഫാനിൽ ഇപ്പോൾ നമ്മളിവിടെ മേക്ക് ചെയ്യണ ഫാനിൽ ഉപയോഗിക്കുന്ന ബോർഡാണ്. ഈ ബോർഡ് നമുക്ക് DCയിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. 24 വോൾട്ട് DCയും ഇത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ AC. ഇതൊരു SMBS ആണ് ശരിക്ക്. അതേപോലെ ഇതിനകത്ത് വരുമ്പോൾ സ്പീഡ് കൺട്രോളും എല്ലാം കസ്റ്റമേഴ്സിന്, അതായത് നമ്മളൊരു വീട്ടിൽ നിങ്ങൾക്ക് BLDC എങ്ങനെ കൺവേർഷൻ ചെയ്യാം, അത് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് വയറൊക്കെ സോൾഡർ ചെയ്ത് പ്രത്യേകമാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ ഇത് നമ്മൾ വേറൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. പിന്നെ അത് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഫാൻ മോട്ടറിനുള്ള കണക്ഷൻ, ഇപ്പോൾ ഇത് മോട്ടറിനുള്ള കണക്ഷനാണ് 4 ഇത് നമ്മുടെ സ്പീഡ് കൺട്രോളറാണ്. 1 2 3 സ്പീഡാണ്, അതിൻ്റെ ഒരു ഇന്നാണ്. ഇത് ഓസിലേഷൻ ഇതാണ്. ഈ ബോർഡ് തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഓസിലേഷൻ മോട്ടർ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയാൽ മതി. ഇത് കട്ട് ചെയ്തിട്ടാൽ മതി. ഇത് ഇതിൻ്റെ ഇന്നാണ് സപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് നിലവിൽ 90 100 60 70 വാട്ട്സ് എടുക്കുന്ന വാൾ ഫാന്, ടേബിൾ ഫാനൊക്കെ നോർമൽ ടൈപ്പ്, ഹെവി അല്ലാത്ത എല്ലാ ടൈപ്പും നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. C4 Tech by ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.